ഇല്ല ഇപ്പോൾ എന്നേ ശ്രീ പറയാം. കുമ്മനം രാജശേഖരൻ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ കുമ്മനം, താങ്കൾ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് അക്കമിട്ട് താങ്കൾ നിരത്തിയിട്ടുണ്ട്. ഓരോ കാര്യവും എന്തുകൊണ്ടാണ് സർക്കാരിന് ഇത്തരം ഒരു അവകാശം ഇല്ല ശബരിമലയിൽ ഇങ്ങനെ ഒരു അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കാൻ എന്ന്. പക്ഷേ ഈ ബിന്ദു അമ്മിണിയെ പോലെയുള്ള ആക്ടിവിസ്റ്റുകളെ അങ്ങോട്ട് കൊണ്ടുവരും എന്നുള്ള കാര്യം, അത്തരമൊരു കാര്യം ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ എന്താണ് അങ്ങനെ താങ്കൾ നേരത്തെ തന്നെ അങ്ങനെ ഒരു പ്രവചനം നടത്തുന്നത്? അല്ല, ബിന്ദു അമ്മണി വരിക എന്നുള്ള അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അങ്ങോട്ടേക്ക് വരുമെന്ന് അവരാണ് പറഞ്ഞത്, അതല്ലല്ലോ അടിസ്ഥാനപരമായ പ്രശ്നം. അത് അവരെ പോലെയോ വേറെയോ ആൾക്കാർ ആരൊക്കെ വേണമെങ്കിലും അവിടെ വരാമല്ലോ. പക്ഷെ പ്രധാനപ്പെട്ട ചോദ്യം, ഒരു മന്ത്രി ഒരു അയ്യപ്പ സംഗമം ശബരിമലയിൽ നടത്തും എന്ന് പറയുന്നതിന്റെ അതിന്റെ അനൗചിത്യം ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്. ഒരു മതേതര സർക്കാരിന്റെ മന്ത്രി, അദ്ദേഹം MLA ആയി മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ എല്ലാവരുടെയും വോട്ട് തേടി ജയിച്ചു വന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരു മതവിഭാഗത്തിന്റെ ആളുകളെ വിളിച്ചുകൂട്ടി നടത്തിക്കളയും എന്ന് പറയാൻ നിയമപരമായിട്ട് സാധ്യമല്ല, ഭരണഘടനാപരമായ അധികാരം അദ്ദേഹത്തിനില്ല. അത് ചെയ്യുന്നത് തെറ്റാണ് എന്നാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രവുമല്ല, ശബരിമല പോലെ ഒരു സ്ഥലത്ത് സർക്കാർ എന്തിന് ഇടപെടണം? അവിടെ ഒരു ദേവസ്വം ബോർഡുണ്ട്, സ്വയംഭരണാധികാരമുള്ള ബോർഡാണ്. ആ ബോർഡിന്റെ കാര്യങ്ങളിൽ എന്തിനാണ് ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ, ക്ഷേത്ര ഭരണത്തിൽ അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനാണ് ഒരു മന്ത്രി ഇടപെടുന്നത്? ഇതാണ് ഫണ്ടമെന്റലായിട്ട് ചോദ്യം. പക്ഷേ ശ്രീ കുമ്മനം രാജശേഖരൻ, ഇത് മന്ത്രി അത് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. ഇത് നടത്തുന്നത് ദേവസ്വം ബോർഡാണല്ലോ. ദേവസ്വം ബോർഡിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു അഖില ലോക അയ്യപ്പ സംഗമം എന്നുള്ളതാണ്. ഇത് ശബരിമലയുടെ ഖ്യാതി ലോകമെങ്ങും വ്യാപിപ്പിക്കുവാനും വിശ്വാസികളുടെ വരവിനെ കൂട്ടുവാനും അതൊക്കെയാണ് ഇതിന്റെ പോസിറ്റീവ് വശങ്ങളായിട്ട് പറയുന്നത്. മന്ത്രി അങ്ങനെയാണ് അന്ന് വ്യക്തമാക്കിയിരുന്നത്. അതെ, മന്ത്രി അല്ലല്ലോ അത് പറയേണ്ടത്, അവിടെയാണ് ചോദ്യം. മന്ത്രി പറഞ്ഞു എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മറ്റ് സംഘടനകളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ടുകൊണ്ട് ഒരു നിലപാടിലേക്ക് പോകണം. അങ്ങനെയാണോ ശ്രീ കുമ്മനം? അല്ലെന്ന്, ക്ഷേത്രങ്ങളെ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നിന്നും ഇടപെടലുകളിൽ നിന്നും വിമുക്തമാക്കണം. അത് മതസ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്. ഒരു മതേതര സർക്കാർ ഇത് ചെയ്യാൻ പാടില്ല. എന്തിനാണ് ക്ഷേത്ര ഭരണത്തിൽ സർക്കാർ ഇടപെടുന്നത്? എന്തിനാണ്? അത് ഇവിടെ KP ശങ്കരൻ നായർ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്, കോടതി വിധികളുണ്ട്. ക്ഷേത്ര ഭരണം സ്വതന്ത്രമായ പരമാധികാര ബോർഡാണ്. അതിൽ ഭക്തജനങ്ങൾ ആണ് പ്രതിനിധികളാകേണ്ടത്. അല്ല സർക്കാർ, ഒരു മതേതര സർക്കാർ എന്തിനാണ് ക്ഷേത്ര ഭരണ കാര്യങ്ങളിൽ ഇടപെടുന്നത്? അത് അടിസ്ഥാനപരമായ ചോദ്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ശബരിമല പോലത്തെ അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് ശബരിമലയുടേതായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ സർക്കാർ പരിഹരിക്കാനുണ്ട്. അത് പരിഹരിക്കുന്നതിനെ കുറിച്ച് എന്താ ഒന്നും പറയാത്തത്? അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വളരെ നീറുന്ന പ്രശ്നങ്ങൾ അയ്യപ്പ ഭക്തന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അന്നദാനം നടത്താൻ അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ ബസ്സുകൾക്ക് KSRTCക്ക് അമിതമായിട്ട് ചാർജ് ഈടാക്കുന്നു. അവിടെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി കേന്ദ്രം 100 കോടി രൂപ കൊടുത്തിട്ടുണ്ട്, അനുവദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടത് ഉപയോഗപ്പെടുത്തുന്നില്ല? ഇങ്ങനെ നിരവധി അതിന്റെ വികസന പദ്ധതികൾ ധാരാളമുണ്ട്. ശബരിമല പൂർണ്ണമായിട്ടും അവഗണിക്കുകയാണ്. അയ്യപ്പന്മാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു സർക്കാർ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയത്ത് അയ്യപ്പന്മാരെ മുഴുവൻ വിളിച്ചു കൂട്ടും എന്ന് പറയുന്നതിൻ്റെ അകത്ത് ചിലപ്പോൾ ചില സംശയങ്ങളുണ്ട്. ആ സംശയം ഞാൻ ഉന്നയിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ല, ആ സംശയങ്ങൾ എന്ന് പറയുന്നത് ഇതാണല്ലോ, നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കുവാനുള്ള ശ്രമം എന്ന രീതിയിൽ BJPയിലേക്ക് വോട്ടുകൾ ഒഴുകുന്നത് തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശം കൂടി ഉണ്ടായിരിക്കും. കാരണം ശബരിമല പ്രക്ഷോഭ സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം CPM-ഉം LDF-ഉം നേരിട്ടതാണ്. അത് തിരിച്ചു പിടിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി കാണുമായിരിക്കും. അതിന്റെ പൊളിറ്റിക്സ് അതാണ്. പക്ഷേ ഇവിടെ ഈ സംഗമം തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുവരെ അതിന്റെ മുഴുവനായി വിവരം വന്നിട്ടില്ല, ആലോചനകൾ നടക്കുന്നതേ ഉള്ളൂ. 3000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കും എന്നുള്ളതാണ്. പിന്നെ അതിന് പല കമ്മിറ്റികളും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് മന്ത്രി ഇക്കാര്യം പറഞ്ഞു എന്നതല്ലാതെ പൂർണ്ണമായിട്ടും സർക്കാരിന്റെ നിയന്ത്രണത്തിൽ അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു കമ്മിറ്റിയൊക്കെ വെച്ചിങ്ങനെ നടത്തുമ്പോൾ അതിൽ എല്ലാ സംഘടനകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നടത്തുന്നതെങ്കിൽ അയ്യപ്പന്മാർ വരികയാണെങ്കിൽ അതിന് എന്താണ് ഒരു കുഴപ്പം? എന്താണ് സംഭവിക്കുക? അല്ല, കുഴപ്പം ഞാനതല്ല പറയുന്നത്. ഇവിടുത്തെ വളരെ അങ്ങേയറ്റം ഗൗരവമേറിയ ഒട്ടേറെ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ അത് അഡ്രസ് ചെയ്യാതെ, അതേക്കുറിച്ച് ഒന്നും ശബ്ദിക്കാതെ ദേവസ്വം വകുപ്പ് മന്ത്രി യോഗം വിളിച്ചുകൂട്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ, ഭക്തജനങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആ ശബരിമലയിൽ എത്രയോ ആളുകൾ മർദ്ദനമേറ്റിട്ടുണ്ട്. വേണ്ട, അന്നത്തെ തന്ത്രിയുടെ സഹധർമ്മിണി അവിടെ അറസ്റ്റ് വരിക്കപ്പെട്ട് ഈ പമ്പയിൽ അവരുടെ കണ്ണുനീർ വീണ സ്ഥലമാണ് പമ്പ എന്ന് പറയുന്നത്. അവിടെ യാതൊരു കാരണവും കൂടാതെ നിരപരാധികളായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരെ അറസ്റ്റ് ചെയ്ത് അവരെ കള്ളക്കേസ് എടുത്ത് അവർ കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കേസുകളുടെ ഒരു പ്രശ്നമില്ലേ? ഇങ്ങനെ അയ്യപ്പന്മാർ, ഞാനിപ്പോ അതിൻ്റെ അകത്തൊരു 10-30 ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടുത്തെ അത് പ്രധാനപ്പെട്ട ചോദ്യം, അതിന് ആൻസർ ചെയ്യണം.
അല്ലാതെ ഒരു അയ്യപ്പ സംഗമം നടത്തി ഇതെല്ലാം കണ്ണിൽ പൊടിയിടുന്ന ഒരു സമ്പ്രദായത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയല്ല, അവർ ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോട്ടം നടത്തി അവർ ഇതിന്റെയൊക്കെ ജാള്യത മറച്ചു വെക്കാനായിട്ട് ഒരു പുതിയ സംരംഭമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിലൊരു കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു സംഗമം നടത്തുകയാണെങ്കിൽ അതിനോട് യോജിക്കുമോ? കൂടിയാലോചന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയാൽ മതി. അതിന് ശബരിമല ആക്ഷൻ പ്ലാൻ പോലെയുള്ള കാര്യങ്ങളുണ്ട്. അത് പെട്ടെന്ന് സാധിക്കുന്ന ഒന്നല്ലല്ലോ. ഇപ്പോൾ ഒരു മാസം കൊണ്ട് അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണമെന്ന് പറഞ്ഞാൽ അത് സാധ്യമാകുന്ന ഒന്നല്ലല്ലോ. പക്ഷേ ഇതൊരു ഇനിഷ്യേറ്റീവ് ആണല്ലോ ശ്രീ കുമ്മനം രാജശേഖരൻ. ഇത് ശബരിമലയെ ഇകഴ്ത്തി കാട്ടുന്നതിന് വേണ്ടിയല്ല, ശബരിമലയുടെ പ്രശസ്തി കൂട്ടുന്നതിന് വേണ്ടി തന്നെയാണ്. ആണല്ലോ. ഭക്തജനങ്ങൾ വേദനയോടുകൂടി കഴിയുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനപരമായ കാരണങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കാതെ ഈ തരത്തിൽ ഈ സമയത്ത് ഒരു അയ്യപ്പ സംഘം എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്നതിന്റെ അകത്ത് ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുകയാണ്. അത്രേ ഉള്ളൂ. അതായത് ഈ പ്രശ്നങ്ങൾ ഇപ്പൊ എക്കോ സ്മാർട്ട് പദ്ധതി എത്ര ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ്. അത് കോൾഡ് സ്റ്റോറേജിലാണ്. ടി ചന്ദ്രശേഖരൻ മേനോൻ കമ്മിറ്റി റിപ്പോർട്ടുകളുണ്ട്. ഇതൊക്കെ അവിടെ ഉണ്ട്. ഇതേക്കുറിച്ചൊന്നും ശബ്ദിക്കുന്നില്ലല്ലോ. അവിടുത്തെ പ്രശ്നം ഇപ്പൊ ഞാൻ പറയാം, അയ്യപ്പ ഭക്തന്മാർക്ക് ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം കൊടുക്കാൻ ഇഷ്ടയോ ടെസ്റ്റുകൾ തയ്യാറാണ്, ആശുപത്രി നടത്താൻ തയ്യാറാണ്. അമൃതാനന്ദമയി ഇവിടെ നടത്തിയ ആശുപത്രി പൂട്ടി, നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊന്നും അഡ്രസ് ചെയ്യാതെ, ഇതേക്കുറിച്ചൊന്നും പറയാതെ, ഇത് 1-2 വർഷമല്ലേ, എത്രയോ വർഷക്കാലമായിട്ട് സർക്കാർ ദേവസ്വം ബോർഡും ശബരിമല ക്ഷേത്രത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ ഈ സീസൺ ആകുമ്പോഴേക്കും വന്ന് അത് നടത്തും ഇത് നടത്തും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തെല്ലാം ഇതിനോടകം പറഞ്ഞിട്ടുണ്ട്. അവിടെ ബെയിലി പാലം പണിയും ഇങ്ങനെ എത്രയെല്ലാം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഞാൻ അതിന്റെ ലിസ്റ്റ് കൊണ്ട് പറയുന്നത് ഇഷ്ടം പോലെ ലിസ്റ്റ് ഉണ്ട്. പക്ഷെ ഇതൊന്നും അഡ്രസ് ചെയ്യുന്നില്ല. പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ചയില്ല, പരിഹാരമില്ല, ഭക്തജനങ്ങളുമായിട്ട് ചർച്ചയില്ല, അവരുടെ പ്രശ്നം എന്താണെന്ന് അന്വേഷിക്കുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. ശരിയാണ് ശ്രീ കുമ്മനം രാജശേഖരൻ, ഒന്ന് ടെലിഫോൺ ലൈനിൽ തുടരുക. ഇപ്പോൾ ഇതുവരെ മന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി മുഖ്യരക്ഷാധികാരിയായും മറ്റ് മന്ത്രിമാർ രക്ഷാധികാരികളായും ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരെ ഉൾപ്പെടുത്തി ഒരു സ്വാഗത സംഘം രൂപീകരിക്കും. ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസ സമൂഹത്തിലെ മറ്റ് വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തും. കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ടാവും. അതിനൊരു സ്റ്റിയറിംഗ് കമ്മിറ്റിയും ഒരു ജനറൽ കമ്മിറ്റിയും ഒക്കെ ഉണ്ടായിരിക്കും. വിവിധ സബ് കമ്മിറ്റികളൊക്കെ രൂപീകരിക്കും എന്നാണ്. അതിലേക്കാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ രാഹുൽ ഈശ്വർ കൂടി ചേരുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ കുമ്മനം രാജശേഖരൻ പറയുന്നത് ഇത്തരമൊരു വിശ്വാസ സംഗമം, ഇത്തരമൊരു അയ്യപ്പ സംഗമം നടത്തുന്നത് ഇപ്പോൾ എന്തിനാണ് എന്നാണ്. അതിന് സർക്കാരിൻ്റെ മറ്റ് ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നതാണ്. ശബരിമലയിലെ പ്രാഥമികമായ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ, അതുപോലെ തന്നെ മുൻപ് ശബരിമല പ്രക്ഷോഭത്തിൽ താങ്കളും ഉൾപ്പെട്ടിരുന്നതാണല്ലോ, അവിടെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിലെടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കാതെ അന്ന് ആരെയാണോ സർക്കാർ കൊണ്ടുവന്നത്, ആക്ടിവിസ്റ്റുകൾ, അവരെ കൂടി ഉൾപ്പെടുത്തി നടത്തുവാൻ പോകുന്ന ഒന്നാണ് ഇത്. അയ്യപ്പ വിശ്വാസികൾക്ക് എതിരാണെന്നാണ്. താങ്കളുടെ നിലപാട് എങ്ങനെയാണ്?